ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ നല്ല ചിക്കൻ നല്ല ഗ്രേവിയൊക്കെ ഉള്ള ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപ്പൻ ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി പറഞ്ഞുതരാമെന്ന് കരുതി തീർച്ചയായിട്ടും വീഡിയോ കണ്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചിക്കൻ വറുത്ത് എണ്ണ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വറുക്കാനായിട്ട് നമ്മൾ ഇന്നലെ കുറച്ച് തൈരും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മുളക് പൊടി മഞ്ഞപ്പൊടിയും കൂടി തിരുമ്മി വെച്ചതായിരുന്നു. അപ്പോൾ അത് ഓൾറെഡി ഞാനൊരു ഹാഫ് വേവിൽ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സവാളയും ക്യാപ്സിക്കും പച്ചമുളകും കൂടി ഒന്ന് വഴറ്റി അതിലേക്ക് നമ്മളിപ്പോൾ ആഡ് ചെയ്ത മിക്സ് എന്താണെന്ന് മനസ്സിലായോ? വേറെ ഒന്നുമില്ല, നമ്മുടെ മിക്സർ ജാറിൽ ഇച്ചിരി ക്യാപ്സിക്കും തക്കാളിയും പിന്നെ കുറച്ച് പച്ചമുളകും ഒരു സവാളയും കൂടി അടിച്ചതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് സെപ്പറേറ്റ് ആഡ് ചെയ്തിട്ടും കൂടിയുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. വഴണ്ടി വരുമ്പോഴത്തേക്കുള്ളൊരു മണം വരും കേട്ടോ. ആ പച്ച മണം മാറണം. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ എന്തോരം പൊടികൾ വേണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ കാശ്മീർ ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു കുഞ്ഞ് സ്പൂൺ, ഒരു 1.5 സ്പൂണായിട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്ന മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി ഒരു പേരിന് മാത്രം ലേശം മതി. പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 1.5 സ്പൂൺ ഇതുപോലെ തന്നെ മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്ര മതി. പിന്നെ ഉപ്പ് ഓൾറെഡി ചിക്കനിൽ പുരട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നന്നായി പച്ചമണമൊക്കെ മാറിയപ്പോൾ നമ്മുടെ പൊടികൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പൊടികൾ ഇട്ടിട്ട് അപ്പോൾ തന്നെ നമ്മൾ ചിക്കൻ ഒരിക്കലും ആഡ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ആ ഒരു പച്ചക്കുത്തിൽ നിന്ന കറി നമ്മുടെ വേസ്റ്റായി എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് ഡാർക്ക് സോസ് ആണ്. അത് ഒരുപാടൊന്നും വേണ്ട, ഓപ്ഷണൽ ആണ്, ഉണ്ടെങ്കിൽ മാത്രം മതി. അതിനോടൊപ്പം തന്നെ കുറച്ച് ഗ്രീൻ ചില്ലി സോസും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഒരുപാട് എരിവ് വേണ്ടാന്നുള്ളവർ ഇടണം എന്നില്ല കേട്ടോ. ഇതിട്ട ഒരു സ്പൈസി ലുക്കും ടേസ്റ്റൊക്കെ കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് നന്നായിട്ട് വെട്ടി തിളച്ച് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പച്ച വെള്ളം ആഡ് ചെയ്ത് നിങ്ങളുടെ കറി ഫ്ലോപ്പ് ആവുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇതുകൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇതുപോലെ പൊങ്ങി എണ്ണ ഒന്ന് തെളിഞ്ഞു വരും. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പം ഇങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് മൊരിയിച്ച് വറുത്ത് വെക്കരുത്, ഒരു ഹാഫ് വേവിൽ വറുത്ത ചിക്കൻ ഇടുക. പിന്നെ ഒരു 5 മിനിറ്റ് കൂടി വെച്ച് കഴിയുമ്പോൾ ചിക്കൻ ഓക്കെ ഇട്ടുണ്ടാകും. പിന്നെ കുറച്ച് മല്ലിയെല്ലാം കൂടി ആഡ് ചെയ്താൽ നമ്മുടെ കറി കുശാലായപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ റെസിപ്പി ട്രൈ ചെയ്യാൻ മറക്കില്ലല്ലോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ.